சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு பொன்னிருக்கு வட்டமிடும் பாட்டிற்கு தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை ராராரி எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் சல்லாப காலம் உலகம் உல்லாச கோலம் இளமை இரத்தங்கள் ஊறும் உடலில் ஆனந்தம் ஏறும் இன்றும் என்றும் இன்பமயம் தித்திக்க தித்திக்க பேசிக்கொண்டு திக்குகள் எட்டிலும் ஓடிக்கொண்டு வரவை மறந்து செலவு செய்து உயர பறந்து கொண்டாடுவோம் கட்டழகு பொன்னிருக்கு வட்டமிடும் பாட்டிற்கு தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை ராராரி எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் ஜப்பானில் காஃபி மாலை நியூயார்க்கில் கேபரி இரவில் தாய்லாந்தில் ஜாலி இனிமேல் நமக்கென்ன வேலி இங்கும் எங்கும் நம் உலகம் உலகம் நமது பாக்கெட்டிலே வாழ்க்கை பறக்கட்டும் ராக்கெட்டிலே இரவு பொழுது நமது பக்கம் விடிய விடிய கொண்டாடுவோம் கட்டழகு பொன்னிருக்கு வட்டமிடும் பாட்டிற்கு தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை ராராரி ஆடை இல்லாத மேனி அவன் பேரன்னாலில் ஞானி இன்றோ அது ஒரு ஹாபி எல்லோரும் இனிமேல் பேபி வெட்கம் துக்கம் தேவையில்லை தட்டட்டும் தட்டட்டும் கைகள் ரெண்டு come on everybody தாவட்டும் ஆடட்டும் கால்கள் ரெண்டும் ஜாயன் மேல் தட்டட்டும் தட்டட்டும் கைகள் ரெண்டு தாவட்டும் ஆடட்டும் கால்கள் ரெண்டு கடவுள் படைத்த உலகம் இது மனித சுகத்தை மறுப்பதில்லை கட்டழகு பொன்னிருக்கு வட்டமிடும் பாட்டிற்கு தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை ராராரி எங்கேயும் எப்போதும் சங்கீதம்
സന്തോഷം രാത്രികൾ വന്നുവിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും. Come on everybody, join together. ഓ സൂപ്പർ സൂപ്പർ. എന്ത് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഇപ്പൊ മറ്റേ പഴയ ചമ്മലൊന്നും ഇല്ല ബദ്രിക്ക്, വേറെ ലെവൽ ബദ്രി അല്ലേ? പിന്നെ ആ ആറ്റിറ്റ്യൂഡ്, ആ സ്റ്റൈൽ എന്തായിരുന്നു. താങ്ക് യു. നന്നായി. ഞങ്ങൾ ചുമ്മാ നന്ദി പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ? അത് കുറച്ച് എല്ലാരും മിക്കവാറും ഒരു പുതിയ ടൈപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് റെട്രോ പിടിക്കാൻ വിചാരിച്ചു. ഓ ഓ അങ്ങനെ. കേട്ടല്ലോ, നിങ്ങളൊക്കെ കേട്ടല്ലോ, കേട്ടില്ല അവൻ പറഞ്ഞത്. മക്കളെ പറഞ്ഞത് കേട്ടോ? കേട്ടു. കേട്ടോ? റെട്രോ. മക്കളെ വൈക നമ്മുടെ തീർത്ഥയ്ക്ക് പറഞ്ഞു കൊടുക്കണേ, കുഞ്ഞുറങ്ങായിരുന്നു. ഓക്കെ ബദ്രി, പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുത്തോ നീ ഈ പെർഫോമൻസ്? കുറച്ചൊക്കെ, പിന്നെ പ്രാക്ടീസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കൊറിയോഗ്രാഫി ഷൗലേട്ടൻ. ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം. ഷാനിക്ക. ഓ ബദ്രി അടിച്ച് പൊളിച്ചടാ നീ. താങ്ക് യു സാർ. ആകെ ഇപ്പം ഒരു പ്രശ്നം എന്ന് പറയാൻ ആകെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, മറ്റേ ആ പോർഷൻ മാത്രം കേൾക്കണില്ല, ഒരു ക്ലാരിറ്റി കുറവ്. കാരണം ആ ലോ റേഞ്ചിന് ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് ആറാറി അങ്ങ് പോവാണ് മേലോട്ട്. അപ്പം അതിലേക്കുള്ള ഒരു യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങണേ. അപ്പം ആ ഒരു ലൈൻ എല്ലായിടത്തും, പിന്നെ പല്ലവി, അനുപല്ലവി, ചരണം, സെക്കൻഡ് ചരണം, അവിടെയൊക്കെ ആ ലൈൻ മാത്രം ഒന്ന് പാടി വരുമ്പോൾ ഒന്ന് ഫീബിളായിട്ടാണ് തുടങ്ങി. പിന്നെ അങ്ങ് കയറി വന്നു. പിന്നെ ഈ സോങ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് സോങ് ആണ്. അത് ബദ്രി 100% കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു. ലാസ്റ്റ് പോസ് ഫസ്റ്റ് തൊട്ട് അങ്ങനെ ഇന്ന് ഈ പറഞ്ഞ പോലെ മൊത്തം ഒരു ഒഴുക്കായിരുന്നു ബദ്രി അവിടെ. ഒരു പാമ്പ് മട്ടില് അവൻ എഴയായിരുന്നു. സ്മാർട്ടായിട്ടാണ് അവൻ കളിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വലിയ ബോഡി മൂവ്മെന്റ്സ് ഒന്നും ഇല്ല, പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ പെർഫോമൻസ് ഉണ്ട് താനും. പക്ഷെ അത് നല്ലതാണ്, അത് ഒരു സേഫ് പ്ലേ കളിച്ചു. അതുകൊണ്ട് പാട്ടിന് ഒന്നും സംഭവിച്ചില്ല. ശരിക്കും വേണം നിന്റെ ആ ആറ്റിറ്റ്യൂഡ് ലുക്ക് കാണുമ്പോഴുണ്ടല്ലോ. എൽവിസ് പ്രെസ്ലി എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, കേട്ടിട്ടുണ്ടോ ആ പേര്? ഇപ്പൊ കേട്ടു. വെരി ഗുഡ്. ശരിക്കും എൽവിസ് പ്രെസ്ലി അവിടെ നിന്ന് പാടുന്നത് പോലെ ഉണ്ട്, അതുപോലെ ഉണ്ട് നിന്നെ കാണാൻ. പ്രത്യേകിച്ച് ആ എറ്റയറും എല്ലാം കൂടെ വെച്ച്, ആ ചെയിനും എല്ലാം കൂടെ. എൽവിസ് പ്രസ്ലി അറിയാവോ? ഇല്ല. ഇത് അടുത്ത് നിൽക്കുന്നത് നിന്റെ അടുത്ത്. ആദ്യം ഈ ബുള്ളറ്റ് ഒക്കെ തുടങ്ങിയത് അവരാണ്. ഫ്രണ്ടിൽ അത് ഭയങ്കര സുന്ദരനാണ് കേട്ടോ എൽവിസ് പ്രസ്ലി കാണാൻ. ഇന്നൊരു കഥയും കൂടെ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക്. എൽവിസ് പ്രസ്ലിയെ പോലെ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എത്ര $, പ്രൈസ് വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പൊ അതിൽ എൽവിസ് പ്രസ്ലിയും പോയി, അദ്ദേഹത്തിന് കിട്ടിയില്ല. അതാണ് അതിലെ സത്യം, അദ്ദേഹത്തിന് കിട്ടിയില്ല. ഒറിജിനൽ എൽവിസ് പ്രസ്ലിക്ക് കിട്ടിയില്ല, വേറൊരാൾ പ്രൈസ് അടിച്ചോണ്ട് പോയി. അങ്ങനെയൊക്കെ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി നോക്കുക കേട്ടോ. വളരെ സുന്ദരനാ കാണാൻ. അതെ, എൽവിസ് പ്രസ്ലിയുടെ ഒരു ഓൺ സ്റ്റോറി സിനിമയായിട്ടും വന്നിട്ടുണ്ട്, അതൊക്കെ കാണും കേട്ടോ. അത് ഇങ്ങനത്തെ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒരുപാട് പേരുടെ ലൈഫ് ഇത് പിന്നെ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ട്രൂലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ ആണെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ, റൈറ്റേഴ്സിന്റെ ഒക്കെ കുറെ സ്റ്റോറീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ മക്കള്? ധോണിയുടെ കണ്ടിട്ടുണ്ടോ ഫിലിം? കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. ടെണ്ടുൽക്കറിന്റെ ഓർമ്മയില്ല, കണ്ടിട്ടുണ്ടോ? കപിൽ ദേവിന്റെ കണ്ടിട്ടുണ്ട്. ഏതാ അത്? രൺബീർ കപൂർ സാറും രൺബീർ സിംഗ് സാറും ദീപിക മാമും കൂടെ അഭിനയിച്ചല്ലേ? അതെ.
അത് തന്നെ സംഭവം അത് തന്നെ. അപ്പോ ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ട് ഒരുപാട് മൂവീസ് ഉണ്ട് കേട്ടോ. ഒക്കെ ഇരുന്നൊന്ന് കാണുക, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും ശരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക്, കാരണം ഒരു സാധാരണക്കാരൻ അവരിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഐഡലിലേക്കുള്ള ഒരു യാത്ര എങ്ങനെ, എത്ര സ്ട്രഗിൾസ് നിറഞ്ഞതാണ്, എത്ര പെയിൻ ഉണ്ട് അതിനകത്ത്, എത്ര പേഷ്യൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. കാരണം പലർക്കും ഇങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവും, ഇതൊക്കെ പെട്ടെന്ന് പലർക്കും കാര്യങ്ങൾ എളുപ്പമാണ്, അങ്ങനെയൊന്നുമല്ല. പലരും പിന്നെ ഈ CD-യിൽ പാട്ട് ഒരുപാട്, ഇപ്പം ബീറ്റിൽസ് ആണെങ്കിലും ആരാണെങ്കിലും CD-യിലാണ് അവർ വെറുതെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞ പോലെ കഫേസിലും പിന്നെ കോഫി ഷോപ്സ് അവിടെയൊക്കെ ഇത് ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കും. അവരവിടുന്ന് പ്ലേ ചെയ്തോളാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടുന്ന് ആരെങ്കിലൊക്കെ ഏതെങ്കിലും ചിലപ്പോൾ ഒരു റെക്കോർഡ് ലേബിളിൻ്റെ ഓണർ കേട്ടിട്ടായിരിക്കും ഇത് എൻക്വയറി ചെയ്യുന്നുണ്ടാവും, ഇത് ആരാണ്, ഓക്കെ അവരുടെ നമ്പർ ഉണ്ടോ. അപ്പം അങ്ങനെ ഹ്യൂജ് സ്ട്രഗിൾസ് നിറഞ്ഞ ലൈഫ്, ഒരു ബാക്ക് ലൈഫ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. അപ്പോൾ അത് നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്വയം ഇൻസ്പയർഡ് ആവും കേട്ടോ. ഓക്കെ സാർ. ബദ്രി എന്തായാലും ഇപ്പോൾ അടിച്ച് പൊളിച്ച് പാടിയിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സാർ. ആറ്റിറ്റ്യൂഡ് മച്ചാനായിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ വന്ന് പാടിയ ബദ്രിയും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ബദ്രിയും തമ്മിൽ ആകാശം ഭൂമി വ്യത്യാസമുണ്ട്. അജഗജാന്തരം. ഐ എം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ഷണിക. ശരത് സാർ. മക്കളെ ഓ സാർ. അടിച്ച് പൊളിച്ചടാ. താങ്ക് യു സാർ. തകർത്തു. കാര്യം ഞാൻ ഷാൻ്റെ അടുത്ത് പറയായിരുന്നു, ഇവൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് ചബി ബേബി അല്ലേ, ഇവൻ്റെ അടുത്ത് തുള്ളിയാൽ എന്താവും എന്നുള്ള ഞാൻ വറീഡായിരുന്നു സത്യം പറഞ്ഞാൽ. നീ ആക്രാന്തം മൂത്തിട്ട് എന്തെങ്കിലും തലകുത്തി മറിയുമോ, ഒന്നാമത് ഈ പാട്ടും ഒന്നാമത് പാടി ഒന്ന് കറക്റ്റായിട്ട് കൊണ്ട് തരാൻ തന്നെ കൊണ്ടു കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടുമാണ്. അപ്പം ഞാനത് ആലോചിച്ചു, വളരെ ബുദ്ധിപൂർവം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കൈകൊണ്ട് ചോക്കൊക്കെ ആട്ടി കാണിച്ച് എക്സസൈസുമായി എന്നിട്ട് പതുക്കെ എണ്ണീച്ച് അവിടെ തന്നെ മറ്റേ കടുവയൊക്കെ നോക്കുന്നതാണ്. അത്രയൊക്കെ ഉള്ളു മൂവ്മെന്റ്, അത്രയൊക്കെ ഉള്ളു. പക്ഷെ മോനെ അത് മാത്രമല്ല, നീ ഇടയ്ക്ക് ചെയ്ത കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഗ്രേസ് ആയിരുന്നു. നിന്റെ ഉള്ളിൽ അങ്ങനെ ഡാൻസറും ഉണ്ട്. അല്ല, കുഞ്ഞിലെയൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. ഇപ്പോഴും നീ കുഞ്ഞാടാ, നീ ഇതെന്താ അമ്മാവനായ? അതല്ല, 1.5 വയസ്സിലോ? അല്ല, 1ാം ക്ലാസ് തൊട്ട് ഞാൻ ആനുവൽ ഡേയിലൊക്കെ സ്കൂളിൽ കളിക്കുന്നു. ഇപ്പൊ അതാണ് മക്കളെ, അത് നീ ചെയ്യുമ്പോ അത് അറിയുന്നുണ്ട്. പിന്നെ ചെയ്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. ആ പാട്ടിന് വേണ്ട ഇതിന് വേണ്ട തല കുത്തിമറിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പാട്ടിന് വേണ്ട ഇതാണ്, അതാണ് വേണ്ടത്. പക്ഷെ അത് കിട്ടി മക്കളെ, നന്നായിട്ട് തന്നെ പാടി, സൂപ്പർ. എനിക്ക് ഒരെണ്ണം മാത്രമേ നീ ബുദ്ധിപൂർവമായിട്ട് ഈ രാരാരി എപ്പോഴും സമത്തിൽ നിന്നാ തുടങ്ങുന്നത്, നിനക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി അത് ബ്രില്യൻസ് ആടാ. കട്ടഴക് പൊണ്ണിருக்கு വട്ടമിടും പാട്ടിருக்கு തൊട്ടയിട മത്തനയും ഇൻപമിன்றி തുன்பമിல்லை രാരാരി. ഒരു സ്ഥലം നീ കൃത്യമായിട്ട് പാടുകയും ചെയ്തു, ഒക്കെ നല്ലതാണ്. പറഞ്ഞില്ല, ആ ഒരു ചരണത്തിൻ്റെ ഈ അനുപല്ലവിയുടെ എൻ്റെ പോർഷൻ അത് കുറച്ചും കൂടെ ഒന്ന് സുഖമാക്കാം. അതിൻ്റെ ഒരു അത് ചരണത്തിൽ നീ നന്നായിട്ട് പാടി, അനുപല്ലവി മാത്രം അത് എടുത്ത് നമ്മൾ പറയുന്നില്ല. ഇതൊരു നല്ല രസമുള്ള ഒരു പെർഫോമൻസ്. അത് മാത്രമല്ല, എല്ലാവരും അവരവരുടെ ജോലി വൃത്തിയായിട്ട് ചെയ്തു. ഇതിനകത്തൊരു പ്രത്യേകത, ഒരു ഇത് പ്ലസ് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഷിനു നമ്പ്യാർ പാടി. ആരൊക്കെ പാടിയത്? ആരാണ്? രാജേഷോ? ആ, രാജേഷ് പാടിയോ? ഓ ഗ്രേറ്റ്. അതാ ഞാൻ ആലോചിച്ചത്, എവിടുന്ന് ഈ ദൈവിക ശബ്ദം വരുന്നത്? ദൈവിക ശബ്ദം രാജേഷ് ആയിരുന്നല്ലേ? അപ്പൊ എന്തൊക്കെയാലും അടിച്ചു പൊളിച്ചടാ. നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ല, ബ്യൂട്ടിഫുൾ. ചക്കരെ നീ തകർത്തടാ. ബദ്രി, ഓ മാം, ഇത് വേറൊരു മുഖമാണല്ലേ ബദ്രീന്റെ, അല്ലേ? ശരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നല്ല മെലഡി സോങ്ങും അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ദൈവികമായിട്ട് അങ്ങനെ ഒരു കുട്ടനാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വേറൊരു സൈഡാണ് അല്ലേ? തകർത്തു മോനെ. എസ്പെഷ്യലി എനിക്ക് 2ാമത്തെ ചരണമാണ് കൂടുതൽ ഒരു എനർജി കൂടി വന്നു. പിന്നെ എല്ലാവരും അത് ഒരുമിച്ച് കൈയടിച്ച് ആ ഒരു സെക്ഷൻ, അത് SPB സാറിന്റെ
പാട്ടെന്ന് പറയുമ്പം ഇത് എത്ര മനോഹരമായിട്ട് പാടി വെച്ചിട്ടുണ്ട് അല്ലേ. തട്ടട്ടും തട്ടട്ടും കൈകൾ രണ്ട് come on everybody കാവട്ടും മാടട്ടും കാൽകൾ രണ്ടും ജയന്മേൽ ഹാ ഹാ ഹേ ഹാ 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 തട്ടട്ടും തട്ടട്ടും കൈകൾ രണ്ട് കാവട്ടും മാടട്ടും കാൽകൾ രണ്ട് கடவுள் படைத்த உலகம் இது மனித സുഖത്തെ മറുപ്പതില്ലേ. പിന്നെ ഓരോ വാക്കും എസ്പെഷ്യലി ആദ്യത്തെ ചരണം കോഫി അങ്ങനെ ഓരോ വാക്ക് പറയുമ്പം ഒരു ചിരി, പിന്നെ ഒരു ടീസ്, ഒരുപാട് എക്സ്പ്രഷൻസ് ഉള്ള ഒരു സോങ് ആണ്. മോൻ ഡെഫിനറ്റ്ലി ഒരു ബ്രില്യൻ ട്രൈ ആണ് അറ്റംപ്റ്റ് കേട്ടോ. 3 അനുപല്ലവി 2 ചരണം പഠിക്കണമെങ്കിൽ കാണാപാഠമായിട്ട് അത് ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാം പഠിച്ചു. അത് ഈ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഞാൻ വിചാരിച്ചു എന്ത് സ്വിമ്മിങ് ആണോ ഇവിടെ ഇങ്ങനെ പോയി, പിന്നെ ഒരു ബ്രസ്റ്റ് സ്ട്രോക്ക് ആണോ ഫ്രീ സ്റ്റൈൽ ആണോ അങ്ങനെ കുറച്ച് വിചാരിച്ചു. അത് പക്ഷെ കൊള്ളാം കേട്ടോ. പക്ഷെ ഈ എന്തുകൊണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡ് മാത്രം യൂസ് ചെയ്തത്? എന്റെ വജ്രം അവിടെ ഇരിക്കുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് കണ്ടില്ലേ, അവൻ വജ്രത്തെ നോക്കിയായിരുന്നു അവന്റെ പരിപാടി. വജ്രമാണോ? അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഈ സൈഡ് വരുന്നില്ല, ഈ ഫ്രണ്ടിൽ വരുന്നില്ല അങ്ങനെ തോന്നി. ഇങ്ങോട്ട് വന്നാല് ഗുണ്ടകൾ വന്നിട്ട് അത് എടുത്തോണ്ട് എടുത്തോണ്ട് പോവും. അത് മാത്രല്ല മറ്റേ കയ്യില് മൈക്കുവാ. കറക്റ്റ് ആണ്. താങ്ക് യു ശരത്തേട്ട ഫോർ ദി എക്സ്പ്ലനേഷൻ. ഇറ്റ്സ് ഓക്കെ. കൂടുതൽ ഞാൻ പറയുന്നില്ല ബിക്കോസ് ആറ്റിറ്റ്യൂഡ് നന്നായിരുന്നു. ഇത് ബാഡല്ലേ, മോശമല്ലേ ഇത്? അവരൊക്കെ അത്ര കഥയും പറഞ്ഞിട്ട് എൽവിസ് പ്രസ്ലിനെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് നല്ലതല്ലേ. അപ്പൊ ഞാനും ആക്ച്വലി അങ്ങനെ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വരച്ച് നിർത്താൻ പോവാന്ന് അങ്ങനെ കൈ തട്ടിയത്. ഓ ഇല്ല, ഞാൻ പറയുന്നുണ്ട്. അല്ല, അവര് എൽവിസ് പ്രസ്ലിന്റെ കാര്യം പറഞ്ഞല്ലേ. ഇപ്പോ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് ഒരു സെൻസേഷൻ എന്ന് പറഞ്ഞാൽ UK ആലക്സ് വാറന്ന് ഇങ്ങനെ തന്നെ അവര് എന്തോ ഒരു പബ്ബിൽ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ CD ഒക്കെ എങ്ങനെ കൊടുത്തു. പിന്നെ ഓർഡിനറി എന്നൊരു പാട്ട് യൂട്യൂബിൽ പോയിട്ട് അത് ഇട്ട് നോക്കണം. അത് അമേസിങ് ഹിറ്റായി അത്. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ബിഗിനിങ്സും അവരുടെ സ്ട്രഗിൾ ഇതൊക്കെ അവര് ഷാന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടണം അതൊക്കെ. ബിക്കോസ് ആസ് എ മ്യൂസിഷ്യൻ ഇറ്റ്സ് വെരി വെരി ഇൻസ്പയറിങ് അല്ലേ. അപ്പോ എന്നാലും ഒരു എൽവിസ് പ്രസ്ലിന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട്, ഒന്ന് പോയി നോക്ക് കേട്ടോ. അതുണ്ട്. അപ്പൊ ആറ്റിറ്റ്യൂഡും വരുന്നുണ്ട്. ഇപ്പോ നമുക്ക് പറയാൻ പറ്റുന്നില്ല, മേ ബി വിൽ ബി ആൻ എക്സ്ട്രോർഡിനറി പെർഫോമർ ആയിരിക്കും ഇപ്പോ ചിലപ്പോ ഇൻ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഓക്കെ, നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ഷാനിക്ക. ബദ്രി, ഓ സാർ, ഞാനൊരു 9.2 തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. Oh my God, see how he looks exactly almost like him. കാണുന്നില്ല. എനിക്കും ഞാൻ പിടിച്ചോണ്ടേ ഉള്ളൂ. Badri, it is amazing. You so much you look like him. അതുപോലെ ഉണ്ടോ അതിനെ കാണാൻ? അത്ര സുന്ദരനാ നീ കേട്ടാ. ഇപ്പൊ ഉള്ളതല്ല ഞാൻ പറയുന്നത്, ആ ആറ്റിറ്റ്യൂഡിൽ നീ നോക്കിയാ അങ്ങനെ ആ കറക്റ്റ് ഇത് ഇങ്ങനെ കാണും. അത് മറ്റേത് ശിവശങ്കരൻ. ആർണോൾഡ് ശിവശങ്കരൻ. മക്കളെ, ഓ സാർ, 9 marks. താങ്ക് യു സാർ. So total 18.2. Good luck. Okay, Thank da. you.